വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് വിൻ ബ്രേക്കർ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേവറേറ്റ് ആനിമി ഏതാണെന്ന് തീർച്ചയായും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ ഒരു പയ്യൻ കയറിന്റെ മുകളിലൂടെ നടക്കുവാണ്. ഹേയ്, അവന്റെ അടുത്തോട്ട് പോവരുത്. അവൻ എന്താ ചെയ്യാന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല. അതെ, അവനെ കണ്ടാൽ തന്നെ അറിയാം. അവന്റെ ആ തലയും മുടിയൊക്കെ കണ്ടില്ലേ? ഇല്ല, ഞങ്ങൾക്ക് അവന്റെ അടുത്തോട്ട് പോകാൻ തന്നെ പേടിയാ. അവന്റെ ആ കണ്ണ് കണ്ടാൽ തന്നെ അയ്യോ. എടാ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സ്കൂളിലോട്ട് വരുമ്പോ ആ മുടി ഡൈ ചെയ്യണോന്ന്. അവനെ ഒന്ന് ഫ്രണ്ട് ആക്കാൻ പറ്റില്ല. അവൻ എന്ത് വിയേർഡാ നോക്കിയേ എന്നൊക്കെ അവനെ നോക്കി ആളുകൾ പറയുന്നു. പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നു. എനിക്ക് വീക്കായിട്ടുള്ള ആളുകളെ തീരെ ഇഷ്ടമല്ല. അതിൽ തന്നെ വീക്കായിട്ടും ഞാൻ സ്ട്രോങ് ആയിട്ടുള്ളവനാ എന്ന് പറഞ്ഞ് നടക്കുന്നവരെ ഒട്ടും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അവൻ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുവാണ്. അപ്പോഴാണ് ഒരു പെൺകുട്ടിയെ കുറച്ച് പേർ ചെന്ന് ഇറക്കി നാം കാണുന്നത്. വീക്കായിട്ടുള്ളവർ എപ്പോഴും ചെയ്യുന്നത് ഇതുപോലത്തെ മണ്ടത്തരങ്ങളാണ് എന്ന് പറഞ്ഞ് അവന്റെ ഷോൾഡറിൽ പിടിക്കുന്നു. ആരാ നീ എന്നെ തടയാൻ മാത്രമായോ എന്ന് പറഞ്ഞ അവൻ ഇവനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് അവന്റെ ടീമിലുണ്ടായിരുന്ന എല്ലാവരെയും ഇവൻ അടിച്ച് താഴെ ഇടുന്നു. നീ വീക്കാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നിന്റെ ഉള്ളിൽ നിനക്കൊരു വിചാരം ഉണ്ടാവും നീ ഭയങ്കര സ്ട്രോങ് ആണെന്ന്. എന്നാ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നീ എന്നെക്കാൾ വീക്കാണെന്ന്. ബൈ ദ വൈ, ഞാൻ ഹറുക സാക്കുറ, ഫ്യൂരിൻ ഹൈസ്കൂൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്. എന്റെ പേരും എന്റെ ഈ മുഖവും നീ ഓർമ്മിച്ചു വെച്ചോ. നിന്നെ പോലെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടെങ്കിൽ എന്റെ മുന്നിലോട്ട് വരാൻ പറ എന്നും പറഞ്ഞ് സാക്കുറ അവിടെ നിന്നും പോകുന്നു. പെട്ടെന്ന് ആ പെൺകുട്ടി അങ്ങോട്ട് ഓടി വരുന്നു. ഹേയ്, എന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇത് കേട്ട് സാക്കുറ ചുറ്റിലൊന്ന് നോക്കുന്നു. എന്നോടാണോ? അതെ, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ എന്ന് അവളും പറയുന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ നിന്നെ സഹായിച്ചെന്നോ? എപ്പോ? അവന്മാരെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടന്നില്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ അവരെ അടിച്ചു. അതിനർത്ഥം നിന്നെ സഹായിച്ചു എന്നാണോ? ഇത് കേട്ട് അവളും അവനെ തന്നെ നോക്കുന്നു. എനിവേ, എനിക്കിവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ഫുഡ് കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. എനിക്കൊന്നും വേണ്ട ആരുടെയും ഫുഡ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാക്കുറിനെയാണ്. ഓ, അപ്പൊ നീ പറഞ്ഞു വരുന്നത് നീ ഈ നാട്ടുകാരനല്ലേ? എനിക്കും തോന്നിയതാ, ഇതിനു മുൻപൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഈ പുറത്തുള്ളവരൊന്നും ഈ നാട്ടിലോട്ട് വീട് മാറിയിട്ടോ വാടകയ്ക്കോ ഒന്നും വരാറില്ല. അതാ എനിക്ക് മനസ്സിലാവത്തെ. അതെന്താ, ഞാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണോ എന്ന് സാക്കുറ അവളോട് ചോദിക്കുന്നു. ഏയ്, അതൊന്നുമല്ല. ഈ ടൗണിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഇവിടെ എല്ലാവരും വളരെ കൂളായിട്ട് നടക്കുന്നുണ്ടെങ്കിലും എപ്പോ വേണമെങ്കിലും ഇവിടെ വലിയൊരു ഫൈറ്റ് നടക്കും. അതിന് കാരണം തന്നെ ഇവിടെയുള്ള പല ഗാങ്സ്റ്റേഴ്സ് ആണ്. ഞാൻ ഇതുപോലെ വേറെ നാട്ടിൽ നിന്ന് വന്നതാ. പക്ഷെ വന്നപ്പോഴല്ലേ മനസ്സിലായത് നരികളുടെ കൂട്ടത്തിലോട്ടാ ഞാൻ വന്നേന്ന്. അതൊക്കെ പോട്ടെ, എന്റെ പേര് കോട്ടഹ ടാച്ചിബാന. നിന്നെ പരിചയപ്പെട്ടതിൽ ഒരുപാടധികം സന്തോഷം. ഇവളെന്താ എന്നോട് ഇത്ര ജോലിയായിട്ട് സംസാരിക്കുന്നേ? സാധാരണ ആളുകൾ എന്നെ കണ്ട എന്റെ അടുത്തോട്ട് പോലും വരാറില്ല. മാത്രമല്ല, ഇവളുടെ മുമ്പിൽ വെച്ച് ഞാൻ 5 പേരെ അടിച്ച് താഴെ ഇട്ടു. എന്നിട്ടും ഇവൾക്ക് എന്താ എന്ന് പറഞ്ഞ് ചിന്തിക്കുവാണ് സാക്കുറ. ഹേയ്, നീ കഴിക്കുന്നില്ലേ? നിനക്കെന്താ ഓംലെറ്റ് റൈസ് ഇഷ്ടമല്ലേ എന്ന് ടാച്ചിബാന ചോദിക്കുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ സാക്കുറ അത് കഴിക്കുന്നു. പെട്ടെന്ന് തന്നെ അവനത് ഒരുപാടധികം ഇഷ്ടപ്പെടുവാണ്. ഹേയ്, നീ എന്റെ കൂടെ വരുന്നോ എന്റെ സ്ഥലത്തോട്ട്? അതെന്താ അങ്ങനെ ചോദിച്ചേ എന്ന് ടാച്ചിബാന ചോദിക്കുന്നു. ഇത് കൊള്ളാം, എനിക്ക് എപ്പോഴും ഫുഡ് കഴിക്കാലോ ഇതുപോലെ, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് അവൻ ചിന്തിക്കുന്നു. അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ നിന്നെ കാണാൻ വളരെ സ്ട്രേഞ്ച് ലുക്ക് ആണല്ലോ. 2 ഭാഗത്തും 2 കളർ. മുടി കളർ ചെയ്ത് കോണ്ടാക്ട് ലെൻസ് വെച്ചതാണല്ലേ എന്ന് ചോദിക്കുവാണ് ടാച്ചിബാന. എന്നാ ഇത് അവന് ഇഷ്ടപ്പെടുന്നില്ല. അതിനിപ്പോ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമേസിംഗ്, ശരിക്കും ഇത് മാർബിൾ പോലെയുണ്ട്. ഇതുപോലെയൊക്കെ ഒരാൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞ അവൾ അവന്റെ കണ്ണിലോട്ട് നോക്കുന്നു. അവൾ ഇത്ര അടുത്ത് വന്നത് കണ്ട് അവൻ അവിടെ നിന്നും ചാടി എഴുന്നേക്കുന്നു. സോ അവളൊരു ഫൈറ്റിന് വരുവാണെന്ന് വിചാരിച്ച് ഇവൻ പോസ് ചെയ്ത് നിൽക്കുവാണ്. ഞാൻ നിന്നോട്ട് അടി ഉണ്ടാക്കാൻ വന്നതല്ല, നീ ശരിക്കും വളരെ വിയേർഡാണ് എന്ന് അവൾ അവനോട് പറയുന്നു. ഇതെന്നോട് ഒരുപാട് പേര് പറയാറുണ്ട്, പക്ഷെ അവരെന്തോ എന്നെ പേടിയോടെയാണ് കാണുന്നത് എന്ന് സാക്ര അവളോട് പറയുമ്പോ, ഞാൻ അങ്ങനെയല്ല, ഇതുപോലെ കുറെ ഭ്രാന്തന്മാരെ ഞാനും കണ്ടിട്ടുണ്ട് എന്ന് പറയുവാണ് അവൾ. ഓ, എന്താണെങ്കിലും എനിക്കിതൊന്നും വലിയ കാര്യമല്ല. കാരണം എനിക്ക് ആവശ്യം ഒരു ഫൈറ്റാണ്. ഞാൻ ഈ ഫ്യൂരിൻ ഹൈസ്കൂളിലോട്ട് വന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാ. അവിടെ ലോവസ്റ്റ് റാങ്കിലിരിക്കുന്ന ഒരുത്തന് ഹയസ്റ്റ് റാങ്ക് ആവണമെന്ന് ആഗ്രഹിക്കാൻ പോലും പറ്റില്ല. കാരണം ലോവസ്റ്റ് റാങ്കിലുള്ള എല്ലാവരും ഹയസ്റ്റ് റാങ്കിലുള്ളവർക്ക് അടിമകളായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓരോ സ്റ്റുഡന്റും എല്ലാ ദിവസവും ഹയസ്റ്റ് റാങ്കിൽ എത്തണമെന്ന് പറഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്താ തീർച്ചയായിട്ടും അവനെ കൊണ്ട് അവിടെ എത്താൻ സാധിക്കും. സോ ഞാനും ആ സ്കൂളിലെ ടോപ്പ് പൊസിഷനിലെത്തും. മറ്റുള്ളവരെല്ലാം എന്റെ കീഴിലായിരിക്കും. ഓ, അതാണല്ലേ നീ ഇന്ന് എന്നെ യൂണിഫോം ഇട്ട് വന്നിരിക്കുന്നത്? നാളെയാണല്ലോ സ്കൂൾ ആരംഭിക്കുന്നത്. ഇന്ന് തന്നെ നീ ഫ്യൂരിലാണ് പഠിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ നീ യൂണിഫോം ഇട്ടിരിക്കുന്നത് എന്ന് ചോദിക്കാണ് ടാച്ചിബാന. ഏയ്, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഞാൻ ഈ നാട്ടിൽ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. ഡ്രസ്സൊന്നും മേടിക്കാൻ സമയം കിട്ടിയില്ല. യൂണിഫോം കിട്ടിയതുകൊണ്ട് അതിട്ടു.
എല്ലാത്തും നീ വിചാരിക്കുന്ന പോലെ ഞാൻ വലിയ ആളാവാൻ വേണ്ടിയിട്ടൊന്നുമല്ല എന്ന് വളരെ ശബ്ദത്തിൽ അറൂക്ക അവളോട് പറയുന്നു. ഇതേ സമയമാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പൂപ്പൻ ഫുഡ് കഴിച്ച് കാശ് ടേബിളിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതാ. ഓ അത് കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ടാച്ചിബാന അവർക്ക് ഡോർ തുറന്നു കൊടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പോഴാണ് അവരവിടെ മറന്നു വെച്ച ഒരു ബാഗ് ഹറൂക്ക അവർക്ക് എടുത്തു കൊടുക്കുന്നതാ. ഓ ഒരുപാട് നന്ദിയുണ്ട്, ഇത് ഞാൻ മറന്നു പോയതായിരുന്നു എന്ന് പറഞ്ഞ അപ്പൂപ്പൻ അതും മേടിച്ച് അവിടെ നിന്നും പോകുന്നു. അവിടെ കട്ട് ചെയ്ത പിന്നെ നമ്മൾ കാണുന്നത് കയ്യിൽ കുറച്ച് മിഠായിയൊക്കെ പിടിച്ചിരിക്കുന്ന അറൂക്കനെയാണ്. അപ്പോഴാണ് അത് എവിടുന്ന് കിട്ടിയതാണെന്ന് കാണിക്കുന്നത്. നീ അവർ മറന്നു വെച്ച ആ ബാഗ് അവർക്ക് എടുത്തു കൊടുത്തില്ലേ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അവരുടെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണത്. അത് എന്നോട് അവർ പറഞ്ഞതായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്, ഇത് എന്റെ വക കുറച്ച് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് ടാച്ചിബാന കുറച്ച് ചോക്ലേറ്റ് കൊടുക്കുന്നു. ഇത് കേട്ട് ടെൻഷനായ അറൂക്ക, എന്ത് ഞാൻ അവരെ സഹായിച്ചെന്നോ? എന്റെ ദൈവമേ, ഞാൻ ആവശ്യമില്ലാതെ ഈ സിറ്റിയിൽ വന്ന് പെട്ടുപോയോ? ഞാനിവിടെ എന്ത് ചെയ്താലും മറ്റുള്ളവർക്ക് അത് സഹായമാണല്ലോ. ഇതിനു മുൻപ് ഞാൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരാളുടെ പോക്കറ്റിൽ നിന്നും പേഴ്സ് താഴെ വീണു. അത് എടുത്തു കൊടുത്ത് എന്നെ പോക്കറ്റ് അടിക്കാരൻ എന്ന് പറഞ്ഞ് പോലീസിൽ വരെ ഏൽപ്പിച്ചു. അങ്ങനെയുള്ള ഞാൻ ഇവിടെ വന്ന് നന്മമാരായോ ദൈവമേ? ഇത് കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന ടാച്ചിബാന, ശരി നീ ഇപ്പോ ഫ്യൂറിനിലോട്ടല്ലേ പോവാൻ പോകുന്നേ? അവിടെ ടോപ്പ് പൊസിഷനിൽ എത്തണമെന്നാണ് നീ ആഗ്രഹിക്കുന്നല്ലേ? എന്നാ ആ ആഗ്രഹം നീ വിട്ടേക്ക്. നിന്നെ കൊണ്ടൊരിക്കലും ഫ്യൂറിനിലെ ടോപ്പ് പൊസിഷനിൽ എത്താൻ സാധിക്കില്ല. നീ എന്താ അങ്ങനെ പറയുന്നേ? എന്റെ ഫൈറ്റിംഗ് സ്കില്ല് നീ നേരത്തെ കണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് ഹറൂക്ക. ഹേയ് അങ്ങനെയല്ല, നീ ശരിക്കും വളരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫ്യൂറിനിലെ മറ്റുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോ നീ തനിച്ചാണ്. ഫ്യൂറിനില് ഒറ്റയ്ക്ക് ചെല്ലുന്ന നിന്നെ കൊണ്ട് അവിടുത്തെ ഒരു പുല്ല് പോലും പറിക്കാൻ പറ്റില്ല. ഓ നീ എന്താ എന്നെ തളർത്താൻ നോക്കുവാണോ? കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവൻ അവിടെ നിന്നും പോകുന്നു. എന്നാ പുറത്തു വന്ന അവൻ ആ മിഠായി നോക്കിക്കൊണ്ട് ഇനി അവൾ പറഞ്ഞ പോലെ എങ്ങാനും ആവോ എന്ന് ചിന്തിച്ചു നിൽക്കുന്നു. എന്ന ഇതേ സമയം ആ ടൗണിൽ ഇവൻ നേരത്തെ അടിച്ച ആ 5 പേരും അവളുടെ ആളുകളെയൊക്കെ വിളിച്ച് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ആളുകൾ ഇതെല്ലാം തന്നെ കാണുന്നുണ്ട്. ഓ ശരി, ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ ഒരു ചേച്ചി ആർക്കോ കോൾ ചെയ്യുന്നു. ഇതേ സമയമാണ് എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്ന ഹറൂക്കയെ ആ ഗാങ്സ്റ്റേഴ്സ് കാണുന്നതാ. ഡേയ് എന്തുപറ്റി? രാവിലെ നിന്റെ മുഖവും പേരൊന്നും മറക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ട് നീ ഇപ്പൊ ഞങ്ങളെ കണ്ട് പേടിച്ച് നിൽക്കുവാണോ? ഓ നിന്റെ 2 കണ്ണും ഡിഫറെന്റ് കളറാണല്ലോ, ഞാൻ അത് ഇപ്പോഴാ ശ്രദ്ധിക്കുന്നത്. എന്താ നിന്റെ മുടിയൊക്കെ കളർ ചെയ്തിരിക്കുവാണോ എന്ന് പറഞ്ഞ് അവർ അത് തൊട്ടു നോക്കുന്നു. അപ്പോഴാണ് അത് ഒറിജിനൽ മുടിയാണെന്ന് മനസ്സിലാവുന്നത്. കൊള്ളാലോ, നിന്നെ കാണാൻ തന്നെ വളരെ വിചിത്രമായിട്ടുണ്ട്. നീ ഒരാവശ്യമില്ലാതെയാ ഞങ്ങളുടെ ഇടയിൽ കയറി വന്നതാ. എവിടെ നിന്നോ വന്ന് എന്നെ തല്ലിയാ അത് മേടിച്ച് വീട്ടിലോട്ട് പോകുന്നു നീ വിചാരിച്ചോ? നിന്നെ കാണാൻ വിയേഡാണെങ്കിലും എന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന അടിക്ക് ഒരു മയവും ഉണ്ടാവില്ല എന്നവൻ പറഞ്ഞു തീർന്നതും അവന്റെ മോന്തക്കിട്ടവൻ കൊടുക്കുവാണ് ആറൂക്ക. എന്റെ നാട്ടിലുള്ളവരെക്കാൾ വളരെ വിചിത്രമായിട്ടാണ് ഇവിടെയുള്ളവർ എന്നോട് പെരുമാറുന്നത്. പക്ഷെ നിന്നെ പോലെയുള്ളവന്മാർ എല്ലാ നാട്ടിലും ഉണ്ട് എന്ന് പറഞ്ഞ് കെട്ടിയവരെല്ലാം വാരിക്കോരി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആറൂക്ക. ഇതേസമയം പുറത്തെന്തൊക്കെയോ ശബ്ദം കേൾക്കുന്ന ടച്ചിബാന പുറത്തു വന്ന് നോക്കുന്നു. ഇതേസമയം അവളെ കണ്ട ആ ഗാങ്സ്റ്ററിൽ ഒരുത്തൻ അവൾക്ക് നേരെ കത്തിപ്പിടിക്കുകയാണ്. ഡാ ഹൈബ്രിഡ് മോനെ, മര്യാദക്ക് കീഴടങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇവളെ അങ്ങ് കൊന്നുകളയും എന്നവൻ പറയുന്നു. അവന്റെ കയ്യിൽ കത്തി കണ്ട് ടെൻഷനായ ഹറൂക്ക അവന്റെ മുൻപിലുള്ള എല്ലാത്തിനെയും അടിച്ചിട്ട് അവന് നേരെ പോകുന്നു. അവന്റെ തലക്കിട്ട് ഒറ്റ ചവിട്ട് അങ്ങ് കൊടുക്കുവാണ്. ഹേയ് ടാച്ചിബാന, വീണ്ടും നീ എന്നോട് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു ഫൈറ്റിൽ അവൻ കത്തി യൂസ് ചെയ്തു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവനെ തല്ലി. വീണ്ടും ഗാങ്സ്റ്റേഴ്സ് എല്ലാം ഇവന് നേരെ വരുവാണ്. ഇവനാണെങ്കിൽ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ ടാച്ചിബാനയെ അവനക്ക് രക്ഷിക്കേണ്ടതുണ്ട്. സോ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് നേരത്തെ അടിച്ചിട്ട് അവൻ ആ കത്തി ഉപയോഗിച്ച് അവന്റെ കാലിനിട്ട് കുത്തുന്നത്. പെട്ടെന്ന് തന്നെ മറ്റൊരുതൻ ഒരു ബേസ്ബോൾ ബാറ്റ് എടുത്ത് അവനെപ്പോ കൊല്ലൂടാന്നും പറഞ്ഞു വരുവാണ്. ഓ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് കണ്ണടച്ച് നിൽക്കാണ് ഹറൂക്ക. നീ ഫസ്റ്റ് ഇയർ ആണോ? നീ ഇവിടെ ഉണ്ടായത് കൊണ്ട് എന്തായാലും നന്നായി. കണ്ണു തുറക്കുന്ന ഹറൂക്ക കാണുന്നത് ഫ്യൂറിൻ യൂണിഫോം ഇട്ട ഒരുത്തനെയാണ്. പെട്ടെന്ന് അവൻ ബേസ്ബോൾ ബാറ്റും കൊണ്ട് വന്നവനെ അടിച്ച് താഴെയിടുന്നു. ഇത് കണ്ട ഗാങ്സ്റ്റേഴ്സ് എല്ലാവരും പേടിച്ചു നിൽക്കുന്നു. അപ്പോഴാ ഫ്യൂറിനിലെ 3 സ്റ്റുഡൻസ് കൂടി അങ്ങോട്ട് വരുന്നു. നിങ്ങളൊക്കെ എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? എല്ലാത്തിനും കിട്ടും, എണ്ണി കിട്ടും എന്ന് പറഞ്ഞവൻ ആ ബേസ്ബോൾ ബാറ്റ് അങ്ങ് ഒടിച്ചു കളയുന്നു. ഓഹോ, ഞാൻ കേട്ടതിലും ആളുകൾ വളരെ കുറവാണല്ലോ, ഞങ്ങൾ 2 പേർ മതിയായിരുന്നു എന്ന് മറ്റൊരുത്തനും പറയുന്നു. ഇതാ കണ്ട് ഹറൂക്കയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഫ്യൂറിനിലുള്ളവരെന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നേ? ഫ്യൂരിൻ ഹിറാഗി അല്ലേ അത് എന്ന് ഗാങ്സ്റ്ററിൽ ഒരുത്തൻ പറയുന്നു. ആരാണെങ്കിൽ എന്താ, അവർ വെറും 4 പേർ. നമ്മൾ ഇത്രയും പേരില്ലേ, നമ്മളെ കൊണ്ട് അവരെ തോൽപ്പിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. ചെല്ലടാ, ആ 4 പേരും ഇതുപോലെ തിരിച്ചു പോകാൻ പാടില്ല. ഇത് കേട്ട് അവരെല്ലാവരും അവർക്ക് നേരെ ഓടുവാണ്. മാറ്റ്സുമോട്ടോ, ഗാജി, യനാഗിഡ, ഇവരിൽ നിന്ന് ഒരുത്തനെങ്കിലും മുന്നോട്ട് പോകാൻ നിങ്ങൾ അനുവദിച്ച ഞാൻ നിങ്ങളെ തോൽപ്പിക്കും എന്ന് പറയുവാണ് ഹിറാഗി. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു മാസ് ഫൈറ്റ് ആണ്. അവിടെ ഉണ്ടായിരുന്ന ഗാങ്സ്റ്റേഴ്സിനെ എല്ലാം ഫ്യൂരിനിലെ പിള്ളേരടിച്ച് താഴെയിടുന്നു. ഇതേ സമയം ഹറൂക്കയുടെ അടുത്തോട്ട് ഒരുത്തം വരുന്നു. കാലിന് വയ്യാത്ത ഹറൂക്കയ്ക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഹിറാഗി അങ്ങോട്ട് വന്ന് അവനെ അടിച്ച് താഴെയിടുന്നു. ഹേയ് മാറി നിൽക്ക. ഇത് കേട്ട് ഹറൂക്ക, നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഇവരെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് അവരോട് പറയുന്നു.
നീ അവിടെ തന്നെ നിന്നാ മതി, എന്നാലേ എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഹിറാഗി ഒരുത്തനെ അങ്ങ് അടിച്ചിടുന്നു. ഇത് കണ്ട് എന്ത് ചെയ്യണോന്നറിയാതെ നിൽക്കാണ് ഹറൂക്ക. പെട്ടെന്ന് തന്നെ ഒരുപാട് പേർ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അവിടെയുള്ള നാട്ടുകാർ മൊത്തം ഫ്യൂരിനിലെ പിള്ളേരെ ചീറപ്പിയിരുന്നായിരുന്നു അത്. ഓ നാശം, എന്ത് ഇവിടെ നടക്കുന്നേ എന്ന് ഹറൂക്ക ചോദിക്കുന്നു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ ടൗൺ അത്ര സേഫ് അല്ലെന്ന്. എപ്പോഴും വാരിയസ് ടീംസും ഗാങ്സ്റ്റേഴ്സും ഒക്കെ ഫൈറ്റ് ഉണ്ടാവുമെന്ന്. കുറച്ചുകൂടി വ്യക്തമായി പറയുവാണെങ്കിൽ 2 വർഷം മുൻപ് ഈ ടൗൺ മാറി. അതിന് കാരണം ഫ്യൂരിൻ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആണ്. അവരാദ്യം ചെയ്തത് എന്താണെന്ന് അറിയോ നിനക്ക്? ഈ സ്ഥലത്തിന്റെ അടുത്ത് ഒരടയാളം വെച്ചു. എന്തെങ്കിലും ചീത്ത ചിന്തയോടെയാണ് നിങ്ങൾ ഈ ബോർഡ് കടന്നു വരുന്നതെങ്കിൽ അതിനുള്ളത് മേടിച്ചിട്ടേ തിരിച്ചു പോവൂ എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഡേയ്, ബാറ്റ് പോലും നല്ല പോലെ പിടിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് മര്യാദയ്ക്ക് വായിക്കാനെങ്കിലും പഠിച്ചൂടെ എന്ന് ഹിറാഗി അവരോട് ചോദിക്കുന്നു. ഇതാദ്യം ഫ്യൂരിൻ ഹൈസ്കൂളിന്റെ പേരിലാണ്, എന്നാൽ നിങ്ങൾ ഇതറിയുന്നതിന് മുൻപ് നാട്ടുകാർ അവർക്കൊരു പേരിട്ടു, ബോഫ്യൂരിൻ ദ വിൻഡ് ബ്രേക്കേഴ്സ്. ഇതിനോടകം തങ്ങളുടെ സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്ന ആ ഗാങ്സ്റ്റേഴ്സിനെല്ലാം അടിച്ച് താഴെയിട്ട വിൻഡ് ബ്രേക്കേഴ്സിനെ എല്ലാവരും അഭിനന്ദിക്കുന്നു. എല്ലാവരും വെറുത്ത താഴ്ന്നവരിൽ ഏറ്റവും താഴ്ന്ന 2 വർഷം മുൻപ് വരെ അവരിപ്പോഴും ഫൈറ്റ് ചെയ്യണ്ടെന്നുള്ള കാര്യം ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷേ ഇപ്പോ അവരെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരാണ്. ഓ നാശം, ഇത് കേട്ടിട്ട് ഇവർ നീതിയുടെ ഹീറോസ് ആണെന്നും തോന്നുന്നു. അവിടെ നടക്കുന്നതും ഇവിടെ നടക്കുന്നതും ഫൈറ്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഇവരെ എല്ലാവരും അംഗീകരിക്കുന്നു, പ്രശംസിക്കുന്നു. അതെന്താ അങ്ങനെ എന്ന് പറഞ്ഞ് ചിന്തി നിൽക്കാണ് ഹറൂക്ക. ഇത്രയും കാലം അവന്റെ രൂപം കൊണ്ട് ആളുകൾ അവനെ എന്തൊക്കെയോ പറഞ്ഞു, എന്നാൽ റിയാലിറ്റിയിൽ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ഹറൂക്കയുടെ അടുത്തോട്ട് 2 പേർ വരുന്നു. തുടക്കത്തിൽ നിങ്ങൾ അവരെ നന്നായിട്ട് പ്രതിരോധിച്ചു, ഒരുപാടധികം നന്ദിയുണ്ട്. അവന്റെ കാലിന് പറ്റിയ മുറിവ് കെട്ടിക്കൊടുക്കാൻ അങ്ങോട്ടൊരു അമ്മൂമ്മയും വരുന്നു. ഏയ് നിർത്ത് എന്ന് പറഞ്ഞ് കാലവൻ പിന്നോട്ട് വലിക്കുന്നു. സാക്കുറ, നീ തനിച്ചാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു, പക്ഷെ നീ അറിഞ്ഞോണ്ട് ആ വഴിക്ക് പോയതല്ലെന്ന് എനിക്ക് പറയാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ ടൗണിലെ ജനങ്ങൾ നിന്നെ ആശ്രയിക്കും. എനിക്ക് ആരെയും ആവശ്യമില്ല, ആർക്കും വേണ്ടി ഒന്നും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല. പിന്നെന്തിനാ ആ അപ്പൂപ്പൻ മറന്നു വെച്ച പൊതി നീ എടുത്തു കൊടുത്തേ? ഇവരുടെ കയ്യിൽ നിന്നും എന്തിനാ എന്നെ സേവ് ചെയ്തേ? നീ ഇതുവരെ മറ്റുള്ളവരെ കൈവിട്ടിട്ടില്ല, നീ ഇനി കൈവിടുകയും വേണ്ട. കുറഞ്ഞത് ഞാൻ നിന്റെ വഴി നോക്കുവാണ്, അപ്പൊ നിനക്കും ഈ വഴി നോക്കിക്കൂടെ? എനിക്ക് ഉറപ്പുണ്ട് നിന്നെ കൊണ്ട് പറ്റും. നീ ആഗ്രഹിച്ച സ്ഥലത്ത് തീർച്ചയായിട്ടും നീ എത്തും എന്ന് ടച്ചിബാന അവനോട് പറയുന്നു. ഇത് കേട്ട് അവൻ അവിടെ നിന്നും ഓടുവാണ്. കുറ്റവാളികൾ നായകനാവാൻ ശ്രമിക്കുന്നുണ്ടോ? പോരാട്ടങ്ങളിൽ വിജയിക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ എനിക്ക് പോലും അത് ചെയ്യാൻ സാധിക്കും. എന്ന് എനിക്ക് ഇവിടെ ആരുടെങ്കിലും കൂടെ നിൽക്കാൻ സാധിക്കുവോ എന്ന് പറഞ്ഞ് ആൾക്കൂട്ടത്തിന് പുറകിലൂടെ വന്ന ഒരു ഗാങ്സ്റ്ററിനെ അവൻ അടിച്ച് താഴെയിടുന്നു. എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരു ആൺകുട്ടി തന്റെ മുഷ്ടികളല്ലാതെ മറ്റൊന്നും തനിക്ക് വിലമതിക്കുന്നതല്ല എന്ന് കാണിച്ചു തരുന്നതാണ് ഈ സ്റ്റോറി. ഇവനാണ് ഈ ടൗണിന്റെ നായകൻ. സോ